നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് പോകുന്നത് കേട്ടോ. അഞ്ചുരുളി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പം അഞ്ചുരുളിയെക്കുറിച്ച്, അഞ്ചുരുളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആകും എന്താ സംഭവം എന്നല്ലേ. ഇതൊരു വെള്ളച്ചാട്ടം, നല്ലൊരു ടണലാണ്. അതുപോലെ തന്നെ അഞ്ചുരുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഒരു വലിയ ചിന്ത വരും, അഞ്ചുരുളി എന്ത് പേരാണെന്നല്ലേ, അഞ്ചുരുളി കമഴ്ത്തി വെച്ചതാണോ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരാം അല്ലേ. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഗുഹാമുഖങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി എന്നറിയപ്പെടുന്ന ഈ ഒരു തുരങ്കം. അഞ്ചുരുളി എന്നൊരു മനോഹരമായ ഈ ഒരു പേര് 5 കുന്നുകളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഉരുളി കമഴ്ത്തി വെച്ചതുപോലെ 5 കുന്നുകൾ ഈ ഒരു ജലാശയത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു മനോഹരമായ ഒരു പേരിട്ടത് ഇവിടുത്തെ ആദിവാസികളായ ജനങ്ങളാണ് കേട്ടോ. ഇടുക്കി ഡാമിൽ ജലം നിറയുമ്പോൾ ഈ കുന്നുകൾ കാണാൻ കഴിയത്തില്ല. ജലം അതുപോലെ വേനൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഈ 5 കുന്നുകളും നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുകയും ചെയ്യും. ഡാമിൻ്റെ വെള്ളം നിറയുമ്പോൾ തന്നെ ഈ തുരങ്കത്തിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം എത്തിയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ കഴിയത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എരട്ടയാർ ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളം ഈ ടണലിൽ കൂടിയാണ് നമ്മുടെ ഇടുക്കി ഡാമിലോട്ട് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു കാഴ്ച കാണാനും മനോഹരമാണ്. ആ ഒരു സമയത്ത് സഞ്ചാരികൾക്ക് ഭയങ്കര നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എന്താ പറയുക, അങ്ങനെ അങ്ങോട്ടേക്കൊന്നും ഇറക്കാൻ അവരെ സമ്മതിക്കാറില്ല. അതുപോലെ തന്നെ ഒരുപാട് വികസനമൊന്നും ഈ ഒരു അഞ്ചുരുളി എന്ന ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വരുന്ന, ഇടുക്കി കാണാൻ വരുന്ന മിക്ക ആൾക്കാരും അഞ്ചുരുളി സന്ദർശിക്കാറുണ്ട്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടാറുമുണ്ട്. ഈ ഒരു ടണലിൽ വേണമെങ്കിൽ നമുക്ക്, അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ കഴിയുന്നൊരു സമയമുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് ദൂരം നമുക്ക് നടന്ന് പോയി കാണാൻ കഴിയും. മഴക്കാലത്തും വേനൽക്കാലത്തും രണ്ടും വ്യത്യസ്തമായ 2 കാഴ്ചകളാണ് നമുക്ക് അഞ്ചുരുളി സമ്മാനിക്കുന്നത്. മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസായിട്ട് ഇത് മാറും. അഞ്ചുരുളിയിൽ നിന്ന് നല്ലപോലെ ശക്തമായി വെള്ളം വരികയും അത് ഡാമിലോട്ട് ഒഴുകുകയും ചെയ്യും. നമുക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തൊന്നും നിൽക്കാനൊന്നും കഴിയത്തില്ല. അപ്പോൾ വളരെയധികം റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയത്ത് വേനൽക്കാലത്ത് വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഈ ഒരു മനോഹരമായ കാഴ്ച ശരിക്കും കണ്ണിന് കുളിർമയേകുന്നത് തന്നെയാണ്. ഇടുക്കി എന്ന കൊച്ചുമിടുക്കിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായ അഞ്ചുരുളി ടണൽ കാണാൻ നിങ്ങൾക്കും വരാം. ഇടുക്കി വിസിറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അഞ്ചുരുളി ടണലും കൂടെ വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനും, ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.